ഒരു കാര്യം പറയാം, ഈ ഒരു വീഡിയോ ഞാൻ റായി പറഞ്ഞിട്ട് നിങ്ങൾക്കും വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഓക്കെ, റായി മലയാളി ഓഡിയൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഇന്നെക്കൊണ്ട് ചെയ്യാൻ പറഞ്ഞൊരു വീഡിയോ ആണിത്. സോ മസ്റ്റായിട്ടൊന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എനിക്കാണെങ്കിലും റായിക്കാണെങ്കിലും ഈ ഒരു ടൈമിൽ നിങ്ങളെ ഹെൽപ്പാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ സൗത്ത് സൈഡ് കേരള സൈഡ്, പ്രത്യേകിച്ച് കേരള സൈഡ് മലയാളീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഹെൽപ്പാണ് നമുക്ക് രണ്ടുപേർക്കും വേണ്ടത്. സോ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഓക്കെ, നിങ്ങളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ റായി ആണെങ്കിലും ഗ്യാൻ ഗെയിമിംഗ് ആണെങ്കിലും ഇപ്പോൾ ഗെയിം നിർത്തി. ഓക്കെ, ഒരു മിനിറ്റ്, ഇവിടെ പ്രൊഫൈലാണ് ഇൻസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. ഇവിടെ റായി ആണെങ്കിലും ഗ്യാൻ ഗെയിമിംഗ് ആണെങ്കിലും ഗെയിം നിർത്തി. റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ഹാക്കേഴ്സിൻ്റെ എണ്ണം കൂടുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഓരോരോ വൃത്തിയായിട്ട ഇവൻറ്റ്, വൃത്തിയായിട്ട ക്യാരക്ടേഴ്സ്, ഇങ്ങനെ പല മൂഞ്ചിത്തരങ്ങളും വന്ന് ഈ സെർവറേ ഒരു മൂഞ്ച സെർവറായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കിയെടുത്താൽ മനസ്സിലാവുണ്ടാവും. ഒരു മാച്ച് കളിച്ചാൽ അതിൽ 90% അല്ലെങ്കിൽ ഒരു 10 കളി കളിച്ചാൽ 9 കളിയിൽ ഹാക്കർമാരപ്പോൾ വരുന്നത്. ഇങ്ങനെ ഒരു ഗെയിമിൽ ഒരു സാധാരണ മനുഷ്യൻ, ഓക്കെ, ഇപ്പോൾ അത് രജിസ്റ്റർ ആണെങ്കിൽ പോലും, രജിസ്റ്റർ ഒരു മനുഷ്യനാണ് അറിയാലോ, ആളാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരു ലിമിറ്റ് ഉണ്ടാടാ. ഓക്കെ, 10 കളി അല്ലെങ്കിൽ 9 കളിയിൽ ഹാക്കർമാരും ഇങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. എന്നാലോ നമുക്ക് മര്യാദ കളിക്കാൻ പറ്റുണ്ടോ ഇല്ല. അപ്പോൾ നമ്മൾ ഫെയർ പ്ലേസിൻ്റെ കാര്യം, നമ്മൾ നോർമലായിട്ട് കളിക്കുന്ന ആൾക്കാരുടെ കാര്യം എന്താ? അതായത് ഗെയിം ഇപ്പോൾ പേ ടു വിൻ, അതായത് പൈസ കൊടുത്ത് ജയിക്കുക, അല്ലെങ്കിൽ വലിയ ഹാക്കുള്ളവൻ ജയിച്ചു, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ട്. റായി ആണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ കാണുന്ന പോലെയല്ല റായി. സത്യം പറഞ്ഞാൽ റായി ഒരു ടൈമിൽ പാർട്ണർ പ്രോഗ്രാമിലും ഫ്രീ ഫയറിനുമായിട്ടൊക്കെ ചെയ്തു കൊടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതെല്ലാം എന്നോട് നിങ്ങളടുത്ത് മലയാളത്തിൽ പറയാൻ പറഞ്ഞതാണ്. സോ അതുകൊണ്ട് ഞാൻ പറയണത്. ഓക്കെ, സോ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. അതായത് ഇത് ഞാൻ പൈസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടോ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഓക്കെ, ഈ വീഡിയോക്ക് ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടില്ല. ഓക്കെ, ഈ വീഡിയോൻ്റെ ലാസ്റ്റിക്ക് ഞാൻ ഇനിയിപ്പോൾ ഇൻ കേസ് റീച്ചിന് വേണ്ടി ചെയ്യണമെന്നുള്ളവർക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം ലാസ്റ്റിക്ക്. ഓക്കെ, ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ചെയ്ത 2 വീഡിയോസ് ഉണ്ട്. അത് അതേപോലെ ഞാൻ പാർട്ണർ പ്രോഗ്രാമിൻ്റെ ഗ്രൂപ്പിലിടും ചെയ്യും, കമൻറ്റ് ചെക്ക് ചെയ്യാനും പറയും. അത്രയും ആൾക്കാർ, ഓക്കെ, 25-30 ആൾക്കാർ പാർട്ണർ പ്രോഗ്രാമിൻ്റെ ഗ്രൂപ്പിലുണ്ട്. അവരെല്ലാവരും മുന്നിൽ ഞാനത് ചെയ്യും. ഓക്കെ, ഗ്രൂപ്പിലിടുന്നു, കാര്യം പറയുന്നു. ഓക്കെ, അതിൻ്റെ പേരിൽ എന്നെ കിക്ക് ചെയ്യേ എന്തുവാണും ചെയ്തോട്ടെ, അത് എനിക്ക് മാറ്ററല്ല. കാരണം ഞാൻ ഈ ഗെയിമിന് വേണ്ടി ലോയലാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കുണ്ട്. അല്ലാതെ ഈ ഫ്രീ ഫയർ തരുന്ന ഒരു 10 സാധനത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കണത്. ഓക്കെ, സോ നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് കടക്കാം. അതായത് ബൂയയിൽ കോൺട്രാക്റ്റ് ഉണ്ടായതിനെ ഒരാളിൽ നിന്ന് റായി. ഓക്കെ, പക്ഷേ ഇവർ കൊടുത്ത സപ്പോർട്ട് എന്തെയ്യുന്നു, ഒരു തേങ്ങമാർ കൊടുത്തില്ല. പ്രത്യേകിച്ച് പവൻ എന്ന് പറഞ്ഞ മോഡറേറ്റർ പവൻ. ഓക്കെ, ഗെയിമിനെ പറ്റിയുള്ള കാര്യം പറഞ്ഞതിന് മോഡറേറ്റർ പവൻ എന്ത് ചെയ്ത് റായിനെ പിടിച്ച് തന്നെ കിക്ക് ചെയ്ത് വാർണർ പ്രോഗ്രാമിൽ നിന്ന് കളഞ്ഞ് വി ബാഡ്ജ് എടുത്ത് കളഞ്ഞു. ഓക്കെ, ഇതിൻ്റെ റീസൺ കൊണ്ടാണ് റായിൻ്റെ വി ബാഡ്ജ് പോയത്. സെയിം ആയിട്ട് ഗ്യാൻ്റെ കേസിലാണെങ്കിൽ സെയിം. ഓക്കെ, ഇപ്പോൾ ഗ്യാൻ ഹാക്ക് യൂസ് ചെയ്ത കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഗ്യാൻ അത് അറിയാം, ആൾറെഡി ലൈവിൽ ഹാക്ക് ഇട്ട് കളിച്ചാൽ പിടിക്കുന്നുള്ള കാര്യം അറിയാം. ഓക്കെ, സോ ആ ടൈമിൽ പോലും ഈ പറയുന്ന വി ബാഡ് യൂട്യൂബേഴ്സോ കാര്യങ്ങളോ ഗ്യാനെ കുറ്റം പറയാമെന്നല്ലാതെ ഇവന്മാർ ഈ ഹാക്ക് കളയാനതിനു വേണ്ടിയിട്ടൊന്നും സംസാരിച്ചില്ല. ആരും സംസാരിക്കാൻ പോണില്ല എന്ന് ഗ്യാന് നല്ല വ്യക്തത ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് മാത്രമായിരിക്കും യൂസ് ചെയ്തത്. സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ എൻ്റെ കേസ് പറയാം. അതേപോലെ തന്നെ ഞാൻ ഇതേപോലെ എൻ്റെ വി ബാഡ്ജിന് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ സൗത്ത് സൈഡാണ്, കേരള സൈഡാണ്. ഇവന്മാർക്ക് കേരള സൈഡാണെങ്കിൽ സൗത്ത് സൈഡാണെങ്കിൽ കണ്ണെടുത്താൽ കണ്ടിട്ട്, പ്രത്യേകിച്ച് ആ പവന്. ഓക്കെ, മോഡറേറ്റർ പവൻ ഉണ്ടല്ലോ, ഓന് നമ്മളെ കണ്ണെടുത്താൽ കണ്ടിട്ട് സീരിയസ്ലി നമ്മളോട് എന്തോ ഒരു വ്യക്തി വൈരാഗ്യമുള്ള പോലെയാണ്. ഇവന്മാർക്ക് എന്തോ സൗത്ത് സൈഡ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു പുച്ഛമുള്ള പോലെയാണ് സീരിയസ്ലി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ പിന്നാലെ കുറച്ച് കാലം ഞാൻ നടന്നു. എന്തിന്? എൻ്റെ വി ബാഡ്ജിനും എൻ്റെ പാർട്ണർ പ്രോഗ്രാമിൻ്റെ കേസിൽ ഞാൻ ഓൻ്റെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ എനിക്ക് വന്നു. ഓക്കെ, എനിക്ക് എന്ത് കിട്ടേണ്ട സാധനത്തിന് ഞാൻ ഓൻ്റെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ, അതെന്ത് മോശമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതൊക്കെ എന്ത് വേസ്റ്റ് തിങ്ങാണ്. ഓക്കെ, ഒരാളെ ട്രീറ്റ് ചെയ്യുന്ന രീതി അതാണ്. അവസാനം എൻ്റെ ഒരു അക്കൗണ്ട് ബാനായ കേസിൽ ഞാനൊരു വീഡിയോ ഇട്ടു. എൻ്റെ പിള്ളേരെന്ന് പറഞ്ഞാൽ അത്രയും ലോയലും അത്രയും സപ്പോർട്ട് തരുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് അറിയുണ്ടാവും. എല്ലാം നമ്മളെ പിള്ളേരെന്ത് ചെയ്ത് ഫ്രീ ഫയറിൻ്റെ പേജ് മൊത്തത്തിൽ കത്തിച്ചു. ഓക്കെ, വൺ ഓഫ് ദ ബെസ്റ്റ് ടൈം എന്നത് സീരിയസ്ലി പറയാലോ. ഞാൻ പോലും വിചാരിച്ചിട്ടില്ല. കാരണം റായിക്ക് കിട്ടിയ ഡബിൾ ട്രിപ്പിൾ സപ്പോർട്ട് ആ ഒരൊറ്റൊരു വീഡിയോമേ ഓരോ പോസ്റ്റിൻ്റെ അടിയിൽ മൊത്തം വന്ന് ഫ്രീ ഫയർ ഇന്ത്യൻ്റെ പേജ് മൊത്തം കത്തി
പവൻ ഇന്നെ ഇങ്ങോട്ട് വിളിച്ച് എൻ്റെ പാർട്ണർ പ്രോഗ്രാമിൻ്റെ കാര്യമൊക്കെ റെഡിയാക്കി തരാം അങ്ങനെ എങ്ങനെ പറഞ്ഞ് എൻ്റെ കാല് പിടിച്ച് എൻ്റെ കാല് പിടിച്ച് അക്കൗണ്ടിൻ്റെ കാര്യം എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് അത് നിർത്തിച്ചു. ഞാൻ അങ്ങോട്ട് പിള്ളേരുടെ നിർത്താൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിർത്തിയത്. പക്ഷേ എന്നിട്ട് ഓൻ്റെ ഊമ്പിത്തരം കാണിക്കൽ തുടങ്ങി. അതായത് എനിക്ക് കിട്ടേണ്ട ബാഡ്ജ് കാര്യങ്ങൾ കിട്ടിയില്ല. എനിക്ക് 250K ഉള്ളൂ, 250K ഉണ്ട്, അത്യാവശ്യത്തിന് റീച്ച് ഉണ്ട്, സൗത്ത് ഇന്ത്യയിൽ അത്യാവശ്യത്തിനൊരു ഫേസ് വാല്യൂ എനിക്കുണ്ട്. പക്ഷേ എനിക്ക് കിട്ടേണ്ട ഒരു സാധനം അമ്മയുടെ കിട്ടിയില്ല. മെയിൽ ബോക്സിൽ കുറച്ച് ഡയമണ്ടും കുറച്ച് ബണ്ടിലും കിട്ടിയോണ്ട് എനിക്കെന്താ കാര്യം? എനിക്ക് കിട്ടണം. ഞാൻ 8 കൊല്ലം ഈ ഗെയിം കളിക്കുന്നുണ്ട്. റായി 8 കൊല്ലമായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. രണ്ടാൾക്കും കിട്ടിയ ഫ്രീ ഫയറിന് കിട്ടിയ സപ്പോർട്ട് എന്താ? റായിൻ്റെ ID ബാൻ ആയപ്പോൾ അൺബാൻ ആക്കി കൊടുത്തത് കാരണം എന്താ? അത് അവർക്ക് 8ൻ്റെ പണിയാവും, അവർക്ക് നന്നായിട്ട് അറിയാം. അത് അൺബാൻ ആക്കി കൊടുത്തു. അതേപോലെ എനിക്ക് എൻ്റെ അൺബാൻ ആവണമെന്നൊരു നിർബന്ധമില്ലായിരുന്നു. എൻ്റെയും ഒരാഗ്രഹം എൻ്റെ അൺബാൻ ആവണമെന്നിരുന്നു. അതായി. രണ്ടാൾക്കും PC-ൻ്റെ സെയിം ഗ്ലിച്ചാണ് വന്നിരുന്നത്. എമുലേറ്റർ ഇഷ്യൂ. അതായിപ്പോൾ തീർന്ന്. സോ അതിന് ശേഷം നമ്മളെ പാർട്ണർ പ്രോഗ്രാമിൻ്റെ കേസൊക്കെ റെഡിയാക്കി തന്നു. ഞാൻ കുറച്ച് ചാറ്റ് ഇവിടെ കാണിക്കാം. ഞാനൊരു എത്തിക്കൽ ഹാക്കറാണ്. എത്തിക്കൽ ഹാക്കറാണ്. സോ എനിക്കറിയാം ഈ ഹാക്കർമാരെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ അപ്ഡേറ്റ് കൊടുത്താൽ ഹാക്കർമാർ പോകും, പ്ലേയേഴ്സ് ബാൻ ആവും, ഏതൊക്കെ പാച്ച് കൊടുത്താൽ കറക്റ്റ് വർക്കാവും, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. സോ എന്നെ അറിയണ കുറച്ച് ആൾക്കാർക്ക് അറിയുണ്ടാവും. ഞാൻ എത്തിക്കൽ ഹാക്കറാണ്. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ഡെവലപ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് വശമുണ്ട്. സോ ഞാൻ ആളോടത് കാളിലിരുന്ന് പറഞ്ഞു, മെസ്സേജ് ഇട്ട് 2 വട്ടം പറഞ്ഞു, ആളെ നമുക്ക് നോക്കാം, നമുക്ക് സെറ്റാക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒഫീഷ്യൽസായിട്ട് കണക്ട് ചെയ്ത് തന്നത് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് പോലും ഞാൻ കണക്റ്റ് ആക്കി തരാം, സംസാരിക്കുക ഒന്നും ചെയ്തില്ല. ഓനത് മൈൻഡ് പോലും വെക്കണില്ല. അടുത്ത ഇവൻ്റ് എന്താ, അടുത്ത ബണ്ടിൽ എന്താ, അത് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഈ ഹാക്കർമാരെ കുറക്കാനോ ഗെയിമിൻ്റെ എന്തൊക്കെ പ്രശ്നമുണ്ടോ അത് തീർക്കാനോ അല്ല ഇവന്മാർ നോക്കുന്നത്. ഇവന്മാർക്ക് വേണ്ടത് പൈസ, റീച്ച്, ഇവന്മാരെ പൊസിഷൻ പോകാൻ പാടില്ല. ഇതന്നെ ഞാൻ പറയും. ഇനി ബിൻസെയ്തിനുള്ളത് നമ്മൾ ഒരു കുറച്ച് വേണ്ടി നമുക്ക് കൊടുക്കുക, അലക്കി കൊടുക്കുക. ഓനൊക്കെ എത്ര വലിയ കുണ്ണായത് ഏത് ടൈമിലാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ബിൻസെയ്തിന് നമുക്ക് കൊടുക്കാം. അപ്പോൾ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഗെയിം നിർത്തി പോകുന്ന അവസ്ഥയാണ്. എല്ലാവരും മൊബൈൽ ലെജൻസൊക്കെ പോവുകയാണ്. ഞാൻ പറയാം, മൊബൈൽ ലെജൻസിന് പ്രമോഷൻ കൊടുക്കാനോ അല്ലാതെ ഓരോന്ന് പൈസ മേടിച്ചിട്ടോ അല്ല ഇവന്മാർ ഗെയിമൊക്കെ മാറിയതൊക്കെ. പ്രത്യേകിച്ച് ഈ ഗെയിമിൽ കളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലാന്ന് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. ഓരോരുത്തർ വേറെ വേറെ ഗെയിമൊക്കെ മാറി തുടങ്ങി. ഇപ്പോൾ പേഴ്സണലി ഞാനാണെങ്കിൽ പോലും ഫ്രീ ഫയർ കളിക്കണത് ഏതൊരു ടൈമിലാണ്? ജസ്റ്റ് ലൈവ് ഇടുമ്പോൾ മാത്രം നിങ്ങൾക്കും വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഗെയിം കളിക്കുന്നു. എനിക്ക് ഗെയിമും എടുത്തു സീരിയസ്ലി. ഇവിടെ ഗെയിമും എടുത്ത കുറേ ആൾക്കാരുണ്ടാവും, നിർത്തിപ്പോയ കുറേ ആൾക്കാരുണ്ടാവും, ഇപ്പോൾ വേറെ ഗെയിം കളിക്കണ കുറേ പേരുണ്ടാവും. ഞാൻ ഇപ്പോൾ പേഴ്സണലി ഈ ഫുട്ബോൾ, ഫീഫ, ഈ FC അങ്ങനെ പല ഗെയിമും ഞാൻ ഇപ്പോൾ കളിക്കുന്നുണ്ട്. എനിക്ക് ഈ ഫ്രീ ഫയറിനോടൊരു വെറുപ്പ് തോന്നി തുടങ്ങി. കാരണം ഇവന്മാരൊക്കെ തന്നെ, കാരണം നമ്മളെ ട്രീറ്റ് ചെയ്യണ കാര്യം. ഇപ്പോൾ അക്ഷയ് AKZ ഇല്ലേ, ആളിൻ്റെ ഫ്രണ്ടാണ്, ആളിൻ്റെ ബ്രദറാണ്. ആളെ കാര്യങ്ങൾ എടുത്ത് നോക്ക്. ആൾക്ക് 1 മില്യൺ സബ് ഉണ്ട്. 1 മില്യൺ സബ്ബുള്ള ഒരാളെ ബാഡ്ജ് എവിടെ? ആളെ അക്കൗണ്ടിൽ ബാഡ്ജ് എവിടെ? അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു, അക്ഷയിനോട് ഞാൻ ചോദിച്ചു, എന്താ ബാഡ്ജ് എന്താ കിട്ടാത്തത്? അപ്പോൾ ആൾ ഒരു 10-300 വട്ടം അവരോട് പോയി കാര്യം പറഞ്ഞു, ഒരു സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് അവോയ്ഡ് ആക്കി വിടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സൗത്ത് സൈഡിനോട് ഇവർക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ. ഇന്നോട് ഇപ്പം കാളേതപ്പം എന്താ പറഞ്ഞറിയോ, എല്ലാവരും നമ്മളെ ഒരേപോലെ തന്നെ, നമുക്ക് സൗത്ത് സൈഡിനോടൊന്നും ഇല്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് പോലില്ല. ഇങ്ങോട്ട് അപ്പോത്തിന് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് അതിന് മനസ്സിലായി ഇവർക്ക് എന്തോ സൗത്ത് സൈഡിനോട് പ്രശ്നമുണ്ടെന്നൊക്കെ. അക്ഷയ് എന്ന് പറഞ്ഞാൽ വായിൽ വിരട്ടാക്ക് പോലും കടിക്കാത്തൊരു പാവം ചെക്കനാണ്. അതിൻ്റെ പിന്നാലെ കോൺട്രവേഴ്സിയോ കാര്യങ്ങളൊന്നും പോവില്ല. അതൊരു കൈൻ്റെ ആട്ടൊരു പാവം ചെറുക്കനാണ്. സോ അതുകൊണ്ടാണ് ഇവന്മാർ ഓനിട്ട് ഇങ്ങനെ ഇതാക്കുന്നത്. പാവങ്ങളെ പറ്റിയൊക്കെ എളുപ്പമാണ് പറഞ്ഞില്ലേ, അതേപോലെ. പക്ഷേ ഓനക്കും വേണ്ടിയിട്ടും ഞാൻ ഈ അവസരത്തിൽ സംസാരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ ഇന്ന ബാഡ്ജ് ഇന്ന പാർട്ണർ പ്രോഗ്രാം എടുത്ത് കളയാം, ചിലപ്പോൾ എനിക്ക് സ്ട്രൈക്ക് കിട്ടാം, കേസ് വരാം, എന്തും വരാം. പക്ഷെ അതൊക്കെ ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. കാരണം ഈ ഗെയിമിനോട് എനിക്ക് കുറച്ച് കൂറുണ്ട്, കുറച്ച് ലോയൽറ്റി ഉണ്ട്. അത് എനിക്ക് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ പിന്നെയും പറയാം. പിന്നെ ഇപ്പം കാര്യങ്ങൾ ഇത്രയല്ലോ. അതായത് ഈ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു നടപടി എടുത്തിട്ടില്ല. ചാറ്റ് ചെയ്യാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുണ്ടാവും. കുറേ വട്ടം ഞാൻ പറഞ്ഞു, മൈൻഡ് പോലും ചെയ്തില്ല. ലാസ്റ്റ് റായി ഇവരെ ഗെയിം നിർത്തി പോകേണ്ട ഒരു അവസ്ഥക്ക് വന്നു. നിർത്തി പോയതിന് ശേഷം കുറേ പേര് വീഡിയോ ചെയ്യൽ തുടങ്ങി. എന്ത് ഗെയിമിന് പ്രൊമോഷനാണ്, അതാണ്. അപ്പോൾ ഈ പറഞ്ഞ ബാഡ് യൂട്യൂബേഴ്സ്, അജുബായി, ടോട്ടൽ ഗെയിമിങ്, ഡേസി ഗെയിമേഴ്സ്, ഇങ്ങനെ കുറേ ബാഡ് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ. ഇവരൊക്കെ പാർട്ണർ പ്രോഗ്രാമിലും വെരിഫിക്കേഷനുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഓരോ മെയിൻ ചാനലിൽ ഞാൻ പറയണ പോലെ എല്ലാവരും ഒരു മെയിൻ ചാനലിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് മൊത്തത്തിൽ മാറും, എല്ലാം ചേഞ്ച് ആവും, എല്ലാം സംഭവിക്കും. പക്ഷെ ഇവർ മാറ്റുന്നുണ്ടോ ഇല്ല, ചെയ്യുന്നുണ്ടോ ഇല്ല. ഇവർ ഗെയിമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഡിയർ ബാഡ് യൂട്യൂബേഴ്സ്,
അതാ ഞാൻ ചോദിക്കണം, ഇവന്മാർ ഗെയിമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗെയിമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു കുടുക്കുകയും ചെയ്തില്ല സീരിയസ്ലി. ഇതാ സൗത്ത് സൈഡിൽ പാർട്ണർ പ്രോഗ്രാമിൽ മാനേജ് ചെയ്യണത്, സൗത്ത് സൈഡിൽ മാനേജ് ചെയ്യുന്ന ആൾ വരെ ഇവിടെ അത്രയും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടമാനുണ്ട്. ഓക്കെ, ഇവന്മാരൊന്നും സപ്പോർട്ടും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഇവന്മാരെ കാര്യം മാത്രം സൗത്ത് സൈഡിലൊക്കെ. ഞാൻ പറയും, എൻ്റെ കയ്യിൽ ഇപ്പോൾ സൗത്ത് സൈഡിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യും. എൻ്റെ കയ്യിൽ തന്നെ ഞാൻ മര്യാദക്ക് മാനേജ് ചെയ്യും. സീരിയസ്ലി പറയാലോ, അവിടെ കൊണ്ടുവരുത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അതിന് എനിക്കൊരു പ്രശ്നമില്ല. കൊടുക്കാനുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുക്കുക, കിട്ടേണ്ട റെസ്പെക്റ്റും ട്രീറ്റിങ്ങും ഞാൻ ചെയ്യും. ഓക്കെ, ഞാൻ അവിടെ ആ ഒരു പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ, പക്ഷെ ആ പൊസിഷനിലുള്ളവർ ചെയ്യുന്നത് കറക്റ്റ് അല്ല ഒരിക്കലും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുണ്ടാവും. കുറേ പേര് ഞാൻ പിന്നെ സ്ക്രീനിൽ കാണിക്കാം. ബോട്ട് ഫോളോവേഴ്സ്, ബോട്ട് വ്യൂസ്, അതേപോലെ സ്കാം അടിച്ചിട്ടുണ്ടാക്കിയത്. പിന്നെന്താ, ഇങ്ങനെ ബോട്ട് വെച്ചിട്ടെന്നൊക്കെ കയറി കഴിവില്ലാത്ത കുറേ ആൾക്കാർക്കട ആ വി ബാഡ്ജും പാർട്ണർ പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും മെയിൽ ബോക്സിലും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിന്? അത് ഞാൻ ആലോചിക്കണം, എന്തിന്? മേ ബി ഇവന്മാർ പൈസ കൊടുത്ത് എന്തെങ്കിലും ചെറിയതിൽ നിങ്ങൾക്കറിയാലോ കൈക്കൂലി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതേപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, പിന്നെ നമ്മൾ അണ്ണൻ പവന് പെണ്ണുങ്ങളോട് പ്രത്യേക ഒരു സോഫ്റ്റ് കോർണറാണ്. ഓക്കെ, പ്രത്യേക ഒരു സോഫ്റ്റ് കോർണറാണ്. രാവിലെ ഗുഡ് മോർണിംഗ് അയക്കും, ഉച്ചക്ക് ഫുഡ് കഴിച്ചാൽ ചോദിക്കും, രാത്രി ഇറങ്ങിയോന്ന് ചോദിക്കും. ഇവർക്ക് വേണ്ട വി ബാഡ്ജ്, ബണ്ടിൽസ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ പവനെണ്ണൻ മെയിൽ ബോക്സിലാണെങ്കിലോ PM-ലാണെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കും. ഓക്കെ, ഇനി വീടും കൂടി എഴുതി കൊടുക്കുകയൊക്കെ. പുണ്ട മോനൊക്കെ നമ്മൾ എന്താ പറയുക സീരിയസ്ലി. സോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 500K സബ് പോലും ഇല്ലാത്ത കുറേ ആൾക്കാർക്ക് വി ബാഡ്ജ് ഉണ്ട്. അപ്പം ഞാനൊക്കെ എന്താ ഇവിടെ ഞങ്ങളൊക്കെ എന്താ ഇവിടെ ചിരക്കായിരിക്കുക. അപ്പോൾ അക്ഷയിൻ്റെ കേസ് എന്താ? സോ നമുക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ടോട്ടലി ഈ ഫ്രീ ഫയറിൻ്റെ മാനേജ്മെൻറ്റേ നമ്മൾ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ഈ ഫ്രീ ഫയറിൻ്റെ മാനേജ്മെൻറ്റ് ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ ഗെയിമിന് എന്തെങ്കിലും ചേഞ്ച് വരുള്ളൂ. സോ ആൻറ്റി ഹാക്ക് സിസ്റ്റം, അതായത് നിങ്ങൾക്ക് വാറന്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വാങ്കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങളുണ്ട്. അതേപോലെ ഒരു സിസ്റ്റം വെച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ അതിനുള്ള ബഡ്ജറ്റ് നോമാർക്ക് ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും ഇന്ന പോലത്തെ കുറച്ച് ആൾക്കാർ വിചാരിച്ചാൽ, ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും വിചാരിച്ചാൽ പോലും ചേഞ്ച് വരും. ഓക്കെ, പക്ഷേ അതിന് ട്രൈ പോലും ചെയ്യണില്ല. എന്താണ് അവരുടെ പേര്? അതിഥി പവൻ. രണ്ടാൾക്ക് പണിയെടുക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ. ആകെ ചെയ്യാൻ പറയണ കാര്യം എന്താ? ഞാൻ പറഞ്ഞില്ലേ, ഗ്രൂപ്പിൽ കുറച്ച് ഇതിടും, ബണ്ടിൽസും കാര്യങ്ങളും മെയിലിൽ വരും, വീഡിയോ ചെയ്യുക. 2 വീഡിയോ ഓരോ ബണ്ടിലിന് വേണ്ടി ചെയ്ത് കൊടുക്കണം എന്നാണ് പറയണം. ഓക്കെ, 2 വീഡിയോ അങ്ങനെയാണ്. സോ ഇങ്ങനെ നമുക്ക് എന്നോട് റായി പറഞ്ഞതും ഇതാണ്, ഗ്യാൻ പറഞ്ഞതും ഇതാണ്. നമുക്ക് ഈ ഫ്രീ ഫയറിൻ്റെ മാനേജ്മെൻറ്റ് ചേഞ്ച് ചെയ്തേ പറ്റൂ. ഓക്കെ, പ്രത്യേകിച്ച് ഇവന്മാർക്ക് സൗത്ത് സൈഡിനോടൊരു പേടിയാണ്. സൗത്ത് സൈഡിനെ ഒരു വേറെക്കാളാണ്. പിന്നെ തീരെ കണ്ടിടാത്തൊരു ടൈപ്പ് മോഡറേറ്റർ ആണത് സീരിയസ്ലി. ഞാൻ അവിടെ നിന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് അക്ഷയിനോട് ചോദിച്ചാലോ, അക്ഷയ്ക്കും അറിയാം. ഓക്കെ, സോ നമുക്ക് ഈ മാനേജ്മെൻറ്റ് ചേഞ്ച് ചെയ്താൽ പറ്റുള്ളൂ. റായിൻ്റെ എക്സ്പോസിങ് വീഡിയോ കാര്യങ്ങൾ നന്നായിട്ട് വരും. നിങ്ങൾക്ക് ഇതിൽ ഏത് പാർട്ട് വേണമെങ്കിലും ഏത് റീൽ ചെയ്യുക, സ്റ്റോറി ഇടുക, എന്ത് വേണമെങ്കിലും ചെയ്യുക, നോ പ്രോബ്ലം. പക്ഷേ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പൈസക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യാൻ എപ്പോഴും പറയാം. ഞാൻ പറഞ്ഞല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും ചെയ്യാനോ ഞാൻ പറഞ്ഞിട്ടില്ല, ഈവൻ ലൈക്ക് പോലും അടിക്കാനോ ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് റായി എന്നോട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യണത്. ആൻഡ് എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് റായി എന്നോട് ഇത് മലയാളത്തിൽ ചെയ്യാൻ പറഞ്ഞു, ഞാനത് ചെയ്യണം. ഓക്കെ, പിന്നെ എൻ്റെ ഒരു ചേട്ടനുണ്ട്, ആൾ ഇതേപോലെ ഫ്രീ ഫയറിൻ്റെ VVIP ആണ്. ഓക്കെ, VVIP ഫുള്ളി സ്പോൺസേഡ് എന്ന് പറഞ്ഞിട്ട് ആളെ കൊണ്ടുപോയത് ബ്രസീലിലേക്കാണ്, ബ്രസീലത്തെ ടൂർണമെൻറ്റിലും. ഓക്കെ, എന്നിട്ട് ആളെ കയ്യിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാരെ ടിക്കറ്റിനുള്ള പൈസ, അതിനുള്ള പൈസ, ഫുഡിനുള്ള പൈസ ഒക്കെ ഇയാളെടുന്നാണ് മേടിച്ചത്. എൻ്റെ ചേട്ടൻ്റെ അടുത്താണ് മേടിച്ചത്. ഓക്കെ, ചേട്ടൻ്റെ പേര് എന്നോട് ആൾ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമേ ഞാൻ പറയാം. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയുന്ന ആൾ തന്നെയാണ്. ഓക്കെ, ആൾ ഇതേപോലെ ഇവന്മാരെ പൈസ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് എന്ത് പറഞ്ഞെന്നറിയോ, നാട്ടിലെത്തിയിട്ട് നമുക്ക് എല്ലാ ഫണ്ടിൻ്റെ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ആൾ ബ്രസീലിൽ പോയിട്ട് ടൂർണമെൻറ്റാണ് തിരിച്ചു വന്നു. പ്രത്യേകിച്ച് ആളെ കയ്യിൽ നിന്ന് മാത്രം ഫണ്ട് അറിഞ്ഞിട്ട് ഫുള്ളി സ്പോൺസർഡ് ട്രിപ്പാണ്, ഒരു VVIP ആണ് ഫ്രീ ഫയറിൻ്റെ. ഓക്കെ, ഫ്രീ ഫയറിന് വേണ്ടി ഇത്രയും പൈസയും ഡയമണ്ടും മുടക്കിയ ഒരാൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊരു ഇൻവിറ്റേഷൻ ഫുള്ളി സ്പോൺസർഡ് എന്ന് പറഞ്ഞിട്ട് ആളെ കയ്യിൽ നിന്ന് പിന്നെയും കുറേ പൈസ പോയി. അത് DC ഗെയിമേഴ്സിന്, ടോട്ടൽ ഗെയിമിങ്ങിന്, പാവന്, ഇങ്ങനെ കുറേ പേർക്ക് ഓരോന്ന് മേടിച്ച് കൊടുക്കാൻ ഇതിന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. ഇങ്ങോട്ട് നാട്ടിൽ ഫണ്ട് ഇട്ടരാന്ന് പറഞ്ഞിട്ട് കുറേ കാലം അതിൻ്റെ പിന്നാലെ നടന്നു, ഇങ്ങോട്ട് കിട്ടിയില്ല. ഈ കേസ് ഞാൻ അതേപോലെ റായിനോട് പറഞ്ഞു. റായി പോയിട്ട് പവനൊരു മെസ്സേജ് ഇട്ടു, എന്ത് എൻ്റെ സ്കാമിൻ്റെയും കാര്യങ്ങൾ ഞാൻ എക്സ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു മെസ്സേജ് ഇട്ടു. മെസ്സേജ് ഇട്ട സ്പോട്ടിൽ 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടന് നേരെ തിരിച്ച് മെസ്സേജ് വന്നു,
ഫണ്ടും കാര്യങ്ങളും ഞാൻ ഇട്ടുതരാം. ഇപ്പോൾ തന്നെ സെറ്റാക്കാൻ എന്തൊക്കെയാണ് ഏതൊക്കെ ചിലവായതൊക്കെ പറഞ്ഞാൽ മതി എന്ന്. ഓക്കെ, അവിടെ എക്സ്പോസായി മൂഞ്ചേണ്ടതേനു പവൻ. പക്ഷേ ആ ഫണ്ട് അതേപോലെ ഈ ഒരു വർത്താനത്തുമ്മേ തിരിച്ചിട്ട് കൊടുത്തു. നിങ്ങൾ ആലോചിക്കണം, ആ ടൈമ തീർന്നത് ഓൻ്റെ ഭാഗ്യം. പക്ഷേ ഇങ്ങനെയും നടന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയും സ്കാം അടിക്കാൻ നോക്കിയിട്ടുണ്ട്. ഫുള്ളി സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണത് നല്ലൊരു കാര്യമല്ല സീരിയസ്ലി. പിന്നെ